നമസ്കാരം, ഞാൻ ഷാജി മഞ്ചേരി. ഇന്ന് രാമായണ കഥാമൃതത്തിൽ ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് കൗസല്യയെക്കുറിച്ചാണ്. രാമൻ്റെ അമ്മയായ കൗസല്യ, കോസല രാജ്യത്തിലെ രാജകുമാരിയായിട്ട് ജനിച്ച കൗസല്യ ദശരഥ മഹാരാജാവിൻ്റെ ഭാര്യയായിട്ട് മാറുന്ന അവസരത്തിൽ മുതൽ അവർ അനുഭവിച്ചു വരുന്ന അവഗണനയുടെയും അതോടൊപ്പം തന്നെ ദുഃഖത്തിൻ്റെയും ആഴം അളക്കുവാനാണ് ഈ സന്ദർഭത്തിൽ ഞാൻ രാമായണ കഥാമൃതത്തിൽ ശ്രമിക്കുന്നത്. കാരണം ഋഷിപ്രഭയുടെ മകളായിട്ടുള്ള കൗസല്യയെക്കുറിച്ച് പറയുമ്പോൾ ദശരഥന് 3 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ സപത്നിമാരായിട്ടുള്ള സുമിത്രയ്ക്കും കൈകേയിക്കും താഴെയായിരുന്നു യഥാർത്ഥത്തിൽ പട്ടമഹിഷിയായിരുന്ന സുമിത്രയുടെ കൗസല്യയുടെ സ്ഥാനം എന്നുള്ളത് പല സന്ദർഭങ്ങളിലും നമുക്ക് മനസ്സിലാവും. രാമൻ പറയുന്നുണ്ട്, അമ്മയെ കാണുമ്പോഴൊക്കെ അമ്മയുടെ കണ്ണുനീരിൽ, അമ്മയുടെ കണ്ണിൽ ദുഃഖത്തിൻ്റെ കടൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ദശരഥൻ ഒരിക്കൽ പോലും കൗസല്യയെ സ്നേഹിച്ചിരുന്നില്ല, അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്നിരുന്നില്ല. എന്നാൽ കൈകേയിയുടെയും സുമിത്രയുടെയും സൗന്ദര്യത്തിൽ മതിമറന്നിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ദശരഥൻ ഇഷ്ടപ്പെട്ടിരുന്നത് കൈകേയി ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോഴൊക്കെ തനിക്ക് പിന്നാലെ വന്ന ഭാര്യമാരോടൊപ്പം തൻ്റെ ഭർത്താവായിട്ടുള്ള രാജാവ് ദശരഥൻ രമിക്കുന്നത് കാണുമ്പോൾ കണ്ണീരോടുകൂടി കൗസല്യ ഇരിക്കുന്നതായിട്ടാണ് പുരാണത്തിൽ പറയുന്നത്. ഇപ്പോൾ വേദനയുടെ ഒരു തലമായിട്ടാണ് കൗസല്യയെ കാണാൻ കഴിയുന്നത്. രാമൻ പോലും അമ്മയെ കാണുമ്പോഴൊക്കെ വിഷാദത്തിൻ്റെ കടൽ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കുന്നതായിട്ട് പുരാണത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവഗണനയുടെ ഒരു കഥാപാത്രമായിരുന്നു കൗസല്യ. കൈകേയി പല സന്ദർഭങ്ങളിലും കൗസല്യയെ അപമാനിക്കുകയും വർത്തമാനത്തിലൂടെ നോവിക്കുകയും ചെയ്തിരുന്നതായിട്ട് പുരാണം പറയുന്നുണ്ട്. അങ്ങനെയുള്ള കൗസല്യ രാമൻ്റെ ജനനത്തോട് കൂടി തുടങ്ങുന്ന ആ രാമായണത്തിലെ ഏറ്റവും വേദന അനുഭവിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. രാമായണത്തിൽ ശാന്ത എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് കൗസല്യയുടെ മകനായിട്ട് ചില രാമായണങ്ങളിൽ പറയുന്നുണ്ട്. റോമപാത മഹാരാജാവിന് ദത്ത് നൽകിയെന്നും ആ പുത്രിയെയാണ്, ശാന്തയെയാണ് പിന്നീട് ഋഷ്യശൃംഖൻ വിവാഹം കഴിക്കുന്നതും അത് ദശരഥൻ്റെ പുത്രിയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതിൽ പല പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും രാമൻ്റെ അഭിഷേകം നടക്കാൻ പോകുന്ന വാർത്ത അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്, ദശരഥനേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് യഥാർത്ഥത്തിൽ കൗസല്യയായിരുന്നു. കാരണം അതുവരെ തൻ്റെ ഭർത്താവ് അവഗണിക്കുന്ന ആ അവസരത്തിൽ രാജമാതാവ് എന്നുള്ളൊരു പദവിയെങ്കിലും തനിക്ക് കിട്ടുമല്ലോ എന്ന് ആശ്വസിക്കുന്ന കൗസല്യയേക്കാണ്. പക്ഷേ അഭിഷേകം മുടങ്ങി. ആ അഭിഷേകം മുടങ്ങിയ കാര്യം രാമൻ തന്നെയാണ് യഥാർത്ഥത്തിൽ കൗസല്യയോട് പറയുന്നത്. രാമൻ കൗസല്യയോട് പറയാൻ ചെല്ലുന്ന സന്ദർഭത്തിൽ കൊട്ടാരത്തിൽ, അന്തഃപുരത്തിൽ കൗസല്യ രാമന് വേണ്ടി നെയ്യ് കൊണ്ടുള്ള പലഹാരങ്ങൾ, അരി വറുത്തത്, അതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള പലഹാരങ്ങളുടെയും ശ്രേണി ഉണ്ടാക്കി വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. എന്നാൽ രാമൻ തൻ്റെ അഭിഷേകം മുടങ്ങുന്നത് പറയുന്നത്, എനിക്കും അമ്മയ്ക്കും ലക്ഷ്മണനും സീതയ്ക്കും ഒരു ദുഃഖവാർത്തയുണ്ട്. ഞാൻ അച്ഛൻ്റെ വാക്ക് പാലിക്കുവാൻ വേണ്ടി അച്ഛനെ അനുസരിച്ചുകൊണ്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്ന സന്ദർഭത്തിലാണ് തൻ്റെ മകൻ വനവാസത്തിന് പോവുകയാണെന്ന് കൗസല്യ അറിയുന്നത്. അപ്പോൾ കൗസല്യ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു കാരണവശാലും നീ വനവാസത്തിന് പോകരുത്. അപ്പോൾ രാമൻ പറയുന്നു, അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാൻ എനിക്കാവില്ല. അവിടെ കൗസല്യ ഉയർത്തുന്ന വലിയൊരു ചോദ്യമുണ്ട്. അച്ഛനാണോ അമ്മയാണോ നിനക്ക് വലുത്? അച്ഛൻ പറഞ്ഞ വാക്ക് ധിക്കരിക്കാൻ നിനക്കാവില്ലെങ്കിൽ അമ്മ പറയുന്ന വാക്ക് എങ്ങനെ നീ ധിക്കരിക്കും?
അമ്മ പറയുന്നു വനത്തിൽ പോകണ്ട, അച്ഛൻ്റെ വാക്ക് സംരക്ഷിക്കുവാൻ നീ വനത്തിൽ പോകുന്നു. അപ്പോൾ അമ്മയുടെ വാക്ക് ധിക്കരിക്കുന്നതിൽ പാപമില്ലേ എന്ന് കൗസല്യ ചോദിക്കുന്നു. അതോടൊപ്പം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എനിക്ക് മകനായി പിറക്കാതിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദന ഉണ്ടാവുമായിരുന്നില്ല. മാത്രമല്ല ഞാൻ വന്ധ്യയായിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നു. വന്ധ്യയായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു അവസ്ഥ എനിക്കുണ്ടാകുമായിരുന്നല്ലോ രാമ, നിന്നെക്കുറിച്ച് ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു എന്ന് കൗസല്യ പറയുന്നു. ഇങ്ങനെ ദുഃഖത്തിൻ്റെയും വേദനയുടെയും ഘട്ടങ്ങളിലൂടെയാണ് കൗസല്യ എന്ന് പറയുന്ന കഥാപാത്രം രാമായണത്തിൽ ഉടനീളം കടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്വന്തം ഭർത്താവാൽ അവഗണിക്കപ്പെട്ട് സ്വന്തം മകൻ വനത്തിലേക്ക് പോകുമ്പോൾ മകനോടൊപ്പം താനും വരുന്നു എന്ന് കൗസല്യ പറയുമ്പോൾ രാമൻ പതിധർമ്മം അനുഷ്ഠിച്ച് ഭാര്യ ഭർത്താവിൻ്റെ കൂടെ കഴിയേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞ് അമ്മയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. രാമൻ വനവാസത്തിന് പോകുന്നത് കണ്ണീരോടെ കൗസല്യ നോക്കി കാണുന്നു. അതിനുശേഷം കൗസല്യ എന്ന് പറയുന്ന തൻ്റെ ഭാര്യയുടെ അവസ്ഥയും ഭാര്യയെയും ദശരഥൻ തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയാണ്. കാരണം കൈകേയി ദശരഥൻ്റെ അരികിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ അയാൾ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ദശരഥ മഹാരാജാവ് പൊട്ടിത്തെറിക്കുകയും നിന്നെ എനിക്കിനി കാണണ്ട എന്ന് പറഞ്ഞ് വീഴാൻ പോകുമ്പോൾ താങ്ങായിട്ട് മാറുന്നത് ഈ കൗസല്യയാണ്. അങ്ങനെയുള്ള കൗസല്യ സഹനത്തിൻ്റെ മൂർത്തിമഭാവമായിട്ട് മാറുന്നുണ്ടെങ്കിലും ദശരഥൻ രാമനെ ഓർത്ത് കരയുമ്പോൾ ഒരിക്കൽ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ദുഃഖങ്ങൾക്കെല്ലാം അവസരമുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് ദുഃഖിച്ചിട്ട് എന്താണ് കാര്യം, നിങ്ങൾ എടുത്ത നടപടി ശരിയായില്ല എന്ന് മുഖത്ത് നോക്കി പൊട്ടിത്തെറിക്കുവാനും കൗസല്യ തയ്യാറാവുന്നുണ്ട്. അവസാനം 14 വർഷത്തെ വനവാസത്തിന് ശേഷം മടങ്ങി വരുന്ന അവസരത്തിൽ ഭർത്താവ് മരിച്ച വിധവയെപ്പോലെ കഴിയുന്ന, മകനുണ്ടെങ്കിലും അനാഥയെപ്പോലെ കഴിയുന്ന ആ അമ്മ മകൻ്റെ വരവിനായി കാത്തിരിക്കുകയും ആ മകൻ്റെ വരവോടുകൂടിയാണ് യഥാർത്ഥത്തിൽ കൗസല്യയുടെ മനസ്സിൽ അല്പമെങ്കിലും സന്തോഷമുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കൗസല്യ എന്ന് പറയുന്ന കഥാപാത്രം രാമൻ്റെ അമ്മ എന്നുള്ളതിനപ്പുറം രാമായണത്തിലെ എല്ലാ സഹനത്തിൻ്റെയും പ്രതീകമായിട്ട് നിൽക്കുന്നതായി കാണാം. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും മാതൃവാത്സല്യത്തിൻ്റെയും മഹനീയ ഭാവത്തെ വെളിവാക്കുന്ന കഥാപാത്രം എന്നുള്ള നിലയിലാണ് കൗസല്യയെ കൂടുതൽ വായിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കൂടുതൽ ചർച്ചകളാവാം, കൂടുതൽ സംവാദങ്ങളാവാം, കൂടുതൽ തെളിച്ചത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. കൗസല്യ പുരാണത്തിലെ വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകം. നന്ദി, നമസ്കാരം.